വയനാട്ടിൽ കാറിന് തീപിടിച്ച് യുവാവ് മരിച്ച സംഭവം ആത്മഹത്യയെന്ന് നിഗമനം. കണ്ണൂർ സ്വദേശി സജീറാണ് പൊള്ളലേറ്റ് മരിച്ചത്. ഭാര്യയ്ക്കും 3 മക്കൾക്കും പൊള്ളലേറ്റു. മരണത്തിന് ഉത്തരവാദികൾ മാനന്തവാടിയിലെ പ്രമുഖ വ്യവസായികൾ ആണെന്നുള്ള സജീറിന്റെ വീഡിയോ പുറത്തുവന്നിരുന്നു. ഇന്നലെ രാത്രിയോടെയാണ് മാനന്തവാടി എരുമാത്തെരുവിന് സമീപം സജീറിന്റെ കാറിന് തീപിടിച്ചത്. ഇരിട്ടി വള്ളിത്തോട് സ്വദേശി സജീർ സ്വയം കാറിന് തീ കൊളുത്തുകയായിരുന്നു. തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ സജീറിനെയും കുടുംബത്തെയും പുറത്തെടുത്തുവെങ്കിലും സജീർ മരിച്ചു. ഭാര്യയും 3 കുട്ടികളും ചികിത്സയിലാണ്. തന്റെ മരണത്തിന് ഉത്തരവാദി മാനന്തവാടിയിലെ പ്രമുഖ വ്യവസായി EC ബാപ്പുവും പൂച്ചക്കല്ല് സ്വദേശി റഫീഖുമാണെന്ന് പറഞ്ഞ് സജീർ വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. എൻ്റെ മരണത്തിന് കാരണം എൻ്റെ ഓളെയും എൻ്റെ മക്കളെയും മരണത്തിന് കാരണം EC ബാപ്പു മാനന്തവാടി. ഞാൻ എൻ്റെ മക്കളെയും എൻ്റെ ഭാര്യൻ്റെയും എൻ്റെ മരണത്തിന് ഉത്തരവാദിത്തം എൻ്റെ എല്ലാ ഇടപാടും ഇയാളെന്തിൽ എനിക്ക് കുറച്ച് ബാധ്യത ഉണ്ട്. ആ ബാധ്യത വെച്ചും EC ബാപ്പുവിനെ കൊണ്ട് വീട്ടിപ്പിക്കണം. എല്ലാവരും കൂടിയിട്ട്, ഈ ലോകത്തിലെ എല്ലാ ജനങ്ങളും കൂടിയിട്ട് EC ബാപ്പുവിനെ വിടാൻ പാടില്ല. EC ബാപ്പുവിൻ്റെ കാരണം കൊണ്ടാണ് ഞാനെന്തില്ല മരിക്കേണ്ട ആവശ്യം വന്നത്. രണ്ടാമത്തെ കാരണം റഫീഖ് പൂച്ചക്കല്ല് ഫസ്റ്റ് താമസം, ഇപ്പം പോലീസ് സ്റ്റേഷൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന റഫീഖ്, പൂച്ചക്കല്ല് റഫീഖ് എന്ന് പറഞ്ഞാണ്. കാറിനുള്ളിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. ബാപ്പുവിന്റെ വീട്ടുമുറ്റത്തേക്ക് കാർ ഓട്ടിച്ചു കയറ്റിയതിനു ശേഷമായിരുന്നു ആത്മഹത്യാശ്രമം. ഭാര്യയ്ക്ക് 40% പൊള്ളലേറ്റു. ഇളയ കുട്ടിക്കും നിസ്സാരമായി പൊള്ളലേറ്റിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് മാനന്തവാടി പോലീസ് കേസെടുത്തു. ജനം, വയനാട്.